സൈലം ലേണിംഗ് ശ്വേതാമസ് ആണ്. അപ്പൊ മകളെ നമ്മുടെ ഓണം എക്സാം ഒക്കെ ഇങ്ങ് അടുത്തെത്തി. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അല്ലെ ഓണം എക്സാമിന് വേണ്ടിയിട്ട്. അപ്പൊ ഇതാ മിസ് ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ എന്തായാലും ചോദിക്കും എന്ന് ഉറപ്പുള്ള ഒരു ചോദ്യമാണ്. എന്താണെന്നല്ലേ, അതേ നമ്മുടെ പാറ്റേൺ ആണ്. പാറ്റേൺ പൂർത്തിയാക്കുക എന്ന് പറഞ്ഞ ചോദ്യം നമ്മൾ എല്ലാ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമുക്ക് എക്സസൈസിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ചോദ്യമുണ്ട്, പാറ്റേൺ പൂർത്തിയാക്കുക എന്ന് പറയുന്നത്. ഇത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയോ? നമുക്ക് 2-3 നമ്പറുകൾ തരും, 2-3 സംഖ്യകൾ തന്നിട്ട് അവർ തമ്മിലുള്ള ബന്ധം നമ്മൾ ആദ്യം കണ്ടെത്തണം. എന്നിട്ട് ബാക്കി 2 നമ്പേഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഇങ്ങനെയാണ് നമ്മൾ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ പാറ്റേണിന്റെ ചോദ്യങ്ങൾ കണ്ടെത്തേണ്ടത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കിയാലോടാ. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. 2100 2100, 2200 2200, 2300 2300. ഇവിടെ എന്താണടാ കൂടുന്നത്? 100ന്റെ പ്ലേസിലാണല്ലേ കൂടുന്നത്, 100ന്റെ സ്ഥാനവിലയിലാണ് കൂടുന്നത്. അതായത് 1ആയി 2ആയി 3ആയി അങ്ങനെ കൂടി കൂടി പോവാണ്. അപ്പൊ 100 100ന്റെ സ്ഥാനത്താണ് കൂടുന്നോണ്ട് 100 നമുക്ക് കൂടുന്നതെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ അടുത്തത് എന്തായിരിക്കും? യെസ്, നമ്മൾ അടുത്തത് എന്തായിരിക്കൂടാ? 2300 കഴിഞ്ഞാൽ 2300 പ്ലസ് 100 എന്ന് പറയുന്നത് 2400 ആണല്ലേ. പിന്നെയോ 2400 പ്ലസ് 100 എന്ന് പറയുന്നത് 2500 ആണ്. 2500 പ്ലസ് 100 എന്ന് പറയുന്നത് 2600 ആണ്. റെഡിയായി. എങ്ങനെയാണ് നമ്മൾ പാറ്റേണിന്റെ ചോദ്യങ്ങൾ കണ്ടെത്തുന്നത്? അപ്പൊ രണ്ടാമത്തെ ചോദ്യം എന്താ നോക്കിയാലോ. 3300 3200 3100. അതായത് ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ തന്നെ കുറഞ്ഞോണ്ട് നിൽക്കുകയാണല്ലേ. 3 2 1 അങ്ങനെ കുറയാണ്. അപ്പൊ എന്താണടാ? 100 കുറഞ്ഞോണ്ട് നിൽക്കുന്നത്. അതേ 300 200 100. അപ്പൊ ഇനി അടുത്തത് എന്തായിരിക്കും? 3100 3100ൽ നിന്ന് 100 പോയാൽ എത്രയായടാ? യെസ്, 3000 ആയി. 3000ൽ നിന്ന് 100 പോയാലോ 2900 ആയി. 2900 നിന്ന് 100 പോയാലോ 2800. ഇങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പാറ്റേൺ കിട്ടിയല്ലോ. യെസ്, അതുപോലെ നമ്മൾ അടുത്ത ചോദ്യം ചെയ്യാൻ പോവാണ്. 5000 5200 5400. ഇതിൽ എന്താണടാ? യെസ്, നമ്മുടെ ഹൺഡ്രഡ്സിന്റെ സ്ഥാനത്താണല്ലേ കൂടുന്നത്. ഇവിടെ ആദ്യം 0 ആയിരുന്നു, പിന്നെ 2 ആയിരുന്നു, പിന്നെ 4 ആയിരുന്നു. അപ്പൊ എത്രയാണടാ? യെസ്, 200 ആണ്. 100ന്റെ പ്ലേസില് ഓരോ വാല്യൂസ്, അതായത് 2 വാല്യൂസ് വെച്ചിട്ടാണ് 100ന്റെ പ്ലേസിൽ കൂടുന്നത്. അപ്പൊ 200 ആണ് കൂടുന്നതെന്ന് മനസ്സിലായല്ലോ മക്കൾക്ക്. അപ്പൊ 5400 പ്ലസ് 200 എന്ന് പറയുന്നത് 5600 ആണ്. 5600 പ്ലസ് 200 എന്ന് പറയുന്നത് 5800 ആണ്. 5800 പ്ലസ് 200 എന്ന് പറയുന്നത് യെസ് 6000 ആണ്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം. യെസ്, 6500 6300 6100. എന്താടാ? 200 വെച്ച് കുറയാണല്ലേ. അതേ, 100ന്റെ സ്ഥാനത്ത് അത് ആദ്യം 5 ആണ്, പിന്നെ 3 ആയി, പിന്നെ 1 ആയി. അപ്പൊ എന്താണ്? 200 വെച്ചിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 6100ൽ നിന്ന് 200 പോയാൽ എന്താകുവടാ? യെസ്, 5900 5900 ആണ് ആവുന്നത്. 5900 മൈനസ് 200 5700. 5700 മൈനസ് 200 എന്ന് പറയുന്നത് 5500 ആണ്. ഇതുപോലെ നമ്മുടെ അടുത്തൊരു ചോദ്യമുണ്ട്. 8600 8700 8800. ഇത് നമ്മൾ മുന്നേ ഇപ്പൊ ചെയ്തൊരു ചോദ്യത്തിന്റെ ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പൊ അത് എന്താണെന്ന് മക്കൾ കണ്ടെത്തുക, അതിന്റെ ഉത്തരവും കണ്ടെത്തുക. കൂടാതെടാ നമ്മുടെ എക്സാം ഒക്കെ അടുത്തോണ്ട് നിൽക്കാണ്. അപ്പൊ നമ്മുടെ പ്രാണ ബാച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എക്സാംസ് ഒക്കെ പോകുന്നുണ്ട്. നമ്മുടെ ഓണം എക്സാമിന് വേണ്ട ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകളുണ്ട്. അങ്ങനെ കുറേ ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ. ഈ വെറും 1999 റുപ്പീസ് ആണ് ഒരു ഇയറിന്. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പ്രാണ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താല് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും, അഡ്മിഷൻസ് എടുക്കാൻ പറ്റും. അപ്പൊ വേഗം തന്നെ എല്ലാവരും ജോയിൻ ചെയ്യാം. ഓക്കേടാ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.